ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് നാഷണൽ ഇമ്മ്യൂണൈസേഷൻ ഷെഡ്യൂൾ പ്രകാരം ഒരു കുഞ്ഞിന് നിർബന്ധമായും കൊടുക്കേണ്ട വാക്സിനേഷനുകളെ പറ്റിയാണ്. ഹായ്, ഞാൻ ഡോക്ടർ മുഹമ്മദ് അജ്മലിയോ, ആസ്റ്റർ മദർ ഹോസ്പിറ്റൽ അരീക്കോട്ടിലെ കുട്ടികളുടെയും നവജാത ശിശുക്കളുടെയും സ്പെഷ്യലിസ്റ്റാണ്. ജനിച്ച ഉടനെ ഒരു കുഞ്ഞിന് കൊടുക്കേണ്ട വാക്സിനേഷൻ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്ന്, ഹെപ്പറ്റൈറ്റിസ് ബി, അതായത് ഹെപ്പറ്റൈറ്റിസ് ബി മൂലമുള്ള മഞ്ഞപ്പിത്തം വരാതിരിക്കാനുള്ള പ്രതിരോധ കുത്തിവയ്പ്പാണ്. രണ്ടാമത്തത് BCG, അതായത് കുഞ്ഞുങ്ങളിൽ ബാല TB രോഗം വരാതിരിക്കാനുള്ള കുത്തിവയ്പ്പാണ്. ഇത് കുഞ്ഞുങ്ങളുടെ ഇടത്തെ ഷോൾഡറിലാണ് കൊടുക്കുന്നത്. ചില കുഞ്ഞുങ്ങളിൽ ഇത് കൊടുത്തു കഴിഞ്ഞാൽ 2 ആഴ്ച മുതൽ 4 ആഴ്ച ഇവർക്ക് ചുവന്ന തടിപ്പ് പോലെ രൂപപ്പെടാറുണ്ട്. മറ്റു ചില കുഞ്ഞുങ്ങളിൽ 4 മുതൽ 6 ആഴ്ചകൾക്ക് ഇത് ചുവന്ന പഴുത്ത് പൊട്ടിപ്പോവാറുമുണ്ട്. ഇത് രണ്ടും നോർമലാണ്. മൂന്നാമത്തേത് പോളിയോ തുള്ളിമരുന്നാണ്. ജനിച്ച ഉടനെ ശേഷം കുഞ്ഞുങ്ങൾക്ക് പിന്നീട് വരുന്നത് 6-ാമത്തെ ആഴ്ച, 10-ാമത്തെ ആഴ്ച, 14-ാമത്തെ ആഴ്ച, അതായത് 1.5 മാസം, 2.5 മാസം, 3.5 മാസം എന്നീ സമയങ്ങളിൽ കൊടുക്കാനുള്ള കുത്തിവയ്പ്പുകളാണ്. അവ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്ന്, പെൻറ്റാവാലന്റ് വാക്സിൻ. രണ്ടാമത്തത് പോളിയോ വാക്സിൻ. മൂന്നാമത്തത് റോട്ടാവൈറൽ വാക്സിൻ. ഇവ മൂന്നും യഥാക്രമം അവയുടെ 1, 2, 3 ഡോസ് 6, 10, 14 ആഴ്ചകളിൽ കൊടുക്കാനുള്ളതാണ്. അതിൻ്റെ കൂടെ തന്നെ ന്യൂമോകോക്കൽ കോഞ്ചുഗേറ്റ് വാക്സിൻ, ഫ്രാക്ഷണൽ ഡോസ് IPV, പോളിയോക്കെതിരെയുള്ള ഈ കുത്തിവയ്പ്പിൻ്റെ 1, 2 ഡോസ് 6-ാമത്തെയും 14-ാമത്തെ ആഴ്ചയിലും കൊടുക്കാനുള്ളതാണ്. അപ്പോൾ പെൻറ്റാവാലന്റ് വാക്സിനേഷനിൽ പേര് സൂചിപ്പിക്കുന്നത് പോലെ 5 തരത്തിലുള്ള രോഗങ്ങളെ പ്രതിരോധിക്കുന്നതിനുള്ള കുത്തിവയ്പ്പാണ്. അവ ഏതൊക്കെയാണെന്ന്: 1, ഡിഫ്തീരിയ, അതായത് തൊണ്ടൻമുള്ള്. 2, ടെറ്റനസ്. 3, പെർട്ടൂസിസ്, അതായത് വില്ലൻ ചുമ. 4, ഹെപ്പറ്റൈറ്റിസ് ബി. 5, ഹീമോഫിലസ് ഇൻഫ്ലുവൻസ ടൈപ്പ് ബി മൂലമുണ്ടാകുന്ന മെനിഞ്ചൈറ്റിസ് രോഗത്തെ പ്രതിരോധിക്കാനുള്ള കുത്തിവയ്പ്പ്. 3.5 മാസത്തെ കുത്തിവയ്പ്പിന് ശേഷം കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനുള്ളത് 9-ാം മാസത്തിൻ്റെയും 12-ാം മാസത്തിൻ്റെയും അടുക്കുള്ള കുത്തിവയ്പ്പുകളാണ്. അവ MR വാക്സിൻ, അതായത് മീസിൽസ്, അതായത് 5-ാം പനി. അതുപോലെ തന്നെ റുബെല്ല, അതായത് ജർമ്മൻ മീസിൽസ് എന്നറിയപ്പെടുന്ന റുബെല്ല വാക്സിൻ. ഇത് രണ്ടും കൂടി ചേർന്നിട്ടുള്ള MR വാക്സിൻ. രണ്ടാമത്തേത് ജപ്പാനീസ് എൻകഫലൈറ്റിസ്, അഥവാ ജപ്പാനീസ് മസ്തിഷ്ക ജ്വരം വരാതിരിക്കാനുള്ള വാക്സിൻ. മൂന്നാമത്തേത് നമ്മൾ നേരത്തെ പറഞ്ഞ ന്യൂമോകോക്കൽ കോഞ്ചുഗേറ്റ് വാക്സിൻ്റെ ബൂസ്റ്റർ. ഇതിൻ്റെ കൂടെ വൈറ്റമിൻ A തുള്ളിമരുന്ന് നമ്മൾ കൊടുക്കുന്നുണ്ട്. ഇതിനുശേഷം കുഞ്ഞിന് 16 മാസത്തിൻ്റെയും 24 മാസത്തിൻ്റെയും ഇടയ്ക്ക് കൊടുക്കാനുള്ള വാക്സിനേഷനുകൾ നേരത്തെ ഞാൻ പറഞ്ഞ MR വാക്സിൻ്റെയും ജപ്പാനീസ് എൻകഫലൈറ്റിസ് വാക്സിൻ്റെയും 2-ാമത്തെ ഡോസും, അതുപോലെ തന്നെ OPVയുടെ ബൂസ്റ്റർ ഡോസും DPTയുടെ ഫസ്റ്റ് ബൂസ്റ്ററുമാണ് കൊടുക്കാനുള്ളത്. ഇതിനുശേഷം 5 മുതൽ 6 വയസ്സിനിടയ്ക്ക് കുഞ്ഞുങ്ങൾക്ക് DPTയുടെ 2-ാമത്തെ ബൂസ്റ്ററും കൊടുക്കാനുണ്ടാകും. 10-14 വയസ്സുകളിൽ 10-ാമത്തെ വയസ്സിലും 16-ാമത്തെ വയസ്സിലും TD വാക്സിനാണ് കൊടുക്കാനുള്ളത്.